യെസ്, ഇന്ന് നമ്മൾ മറ്റൊരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ളത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഐറ്റംസ്: ക്യാപിറ്റൽ, ഉടമസ്ഥൻ്റെ മൂലധനം. പർച്ചേസസ്, നമ്മൾ വാങ്ങിയ ഗുഡ്സിൻ്റെ കണക്കാണ്. പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ട ഐറ്റമാണ്. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് ഐറ്റമാണ്. ഇന്നർ സൈഡിലാണ് ബാലൻസ് ഷീറ്റ് എഴുതേണ്ടത്. പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ ഇന്നർ സൈഡിലാണ് എഴുതേണ്ടത്. അതിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ കുറയ്ക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ ഈ കണക്കിൽ പർച്ചേസ് റിട്ടേൺസ് ഉണ്ട്, 700 രൂപ പർച്ചേസ് റിട്ടേൺസ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ റിട്ടേൺ ഇൻവേർഡ്സ് ആൻഡ് റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് എഴുതിക്കണമല്ലോ. അപ്പോൾ പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കുക. പർച്ചേസ് ഡെബിറ്റ് എമൗണ്ട് കോളത്തിലല്ലേ? അതെ, ഇവിടെ 20,000 കാണിച്ചത് ഡെബിറ്റും. അപ്പോൾ പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ്. അപ്പോൾ ഇപ്പുറത്ത് കാണുന്നതോ അത് സെയിൽസ് റിട്ടേൺസ് ആണ്. കാരണം സെയിൽസ് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ് കാണിക്കുക. അതാ 30,000 സെയിൽസ് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ. അപ്പോൾ ഇതിൽ ഏതാണ് പർച്ചേസ് റിട്ടേൺസ്, ഏതാണ് സെയിൽസ് റിട്ടേൺസ് എന്നിങ്ങനെ മനസ്സിലാക്കിയെടുക്കണം, ഓർമ്മിക്കുക. അപ്പോൾ അത് റിട്ടേൺ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് എന്ന് ഒരുമിച്ച് ഒറ്റ നിരയിൽ ഇങ്ങനെ തന്നേക്കാണ് 500-700. ഇനി അപ്പം പർച്ചേസ് ഇതാ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, പർച്ചേസ് ഇന്നർ കോളത്തിൽ എഴുതി, പർച്ചേസ് റിട്ടേൺസ് കുറച്ചു, ബാക്കിയുള്ള ഫിഗർ ഔട്ടർ കോളത്തിൽ. ഇനി തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലി ഡയറക്റ്റ് എക്സ്പെൻസാണ്, വേജസ് 1200. അത് ഇവിടെ ഇന്നർ കോളത്തിൽ എഴുതിയിരിക്കുന്നു. എന്തിനാ? കാരണം അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. വേജസിനെ സംബന്ധിച്ച് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഉണ്ടോ എന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം തന്നിരിക്കുന്നത്. അല്ല, ഈ കാണുന്ന ബോക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റത്തിൻ്റെ ബോക്സാണ്. കാരണം 6 അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിൽ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 400 രൂപ. അപ്പോൾ വേജസിൻ്റെ കൂടെ കൂട്ടണം. എല്ലാ ഔട്ട്സ്റ്റാൻഡിങ്ങുകളും ബന്ധപ്പെട്ട ചിലവിൻ്റെ കൂടെ പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റുകൾ എവിടെയാണെന്ന് വെച്ചാൽ കൂട്ടുക. എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി 400 രൂപ മാത്രം കാണിക്കുക. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 400 ഉണ്ടോ? ആ 400 മാത്രമേ കാണിക്കാൻ പാടുള്ളൂ, മൊത്തം എമൗണ്ട് കാണിക്കരുത്. ഇനി അതുപോലെ തന്നെ അപ്പോൾ വേജസ്, സെയിൽസ് നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ അത് സെയിൽസ് എഴുതി 30,000, അതിൽ സെയിൽസ് റിട്ടേൺ കഴിച്ച് ബാക്കിയുള്ള നെറ്റ് സെയിൽസ് 29,500 എഴുതി. അപ്പോൾ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് കുറച്ചാറുള്ള ഫിഗറിനെ പറഞ്ഞ പേരെന്താണ്? നെറ്റ് സെയിൽസ്. പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് കുറച്ചാറുള്ള ഫിഗറിനെ പറഞ്ഞ പേരെന്താണ്? നെറ്റ് പർച്ചേസ്. ഓക്കെ, ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കാനുള്ള എന്താണെന്ന് നോക്കാം. ഇതാ ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ്. അതൊക്കെ ട്രേഡിംഗ് അക്കൗണ്ട് ഐറ്റമാണ്. കസ്റ്റംസ് ഡ്യൂട്ടി, ഡോക്ക് ഡ്യൂട്ടി, ക്ലിയറിംഗ് ചാർജസ്, അല്ലെങ്കിൽ റോയൽറ്റി, ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ ഫാക്ടറി ഫ്യൂവൽ, ഫാക്ടറി റെൻറ്റ്, അല്ലേ, കോൾ, ഗ്യാസ്, വാട്ടർ ആൻഡ് പവർ, അതൊക്കെ എന്തോന്നാണ്? ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ചിലവാണ്. അപ്പോൾ ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ് കസ്റ്റംസ് ഡ്യൂട്ടി പോലെ തന്നെയാണ് 800 രൂപ. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് ഇതാ എഴുതിയിരിക്കുന്നു. ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ് 800 ഉണ്ട്. ഫാക്ടറി എക്സ്പെൻസ് അത് കൂടാണ്ട് ഒരു 700 വേറെയും ഉണ്ട്. ഫാക്ടറി എക്സ്പെൻസസ് 700, അതും ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തു. കമ്മീഷൻ, ഇത് കമ്മീഷൻ റിസീവ്ഡ് ആണ്. ഇപ്പുറത്തെ സൈഡിലാണ്, ഇൻകം സൈഡിലാണ്, ക്രെഡിറ്റ് സൈഡിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇൻകം ആണെന്ന് മനസ്സിലാക്കുക. 3800 അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഇൻകമാണ്. കമ്മീഷൻ റിസീവ്ഡ് ഇതാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ 3800 കാണിച്ചിരിക്കുന്നു. പക്ഷേ അതിൻ്റെ കൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം ഉണ്ട് കേട്ടോ, അത് നോക്കണം. എന്താണ്? കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തെ കമ്മീഷൻ ഈ കൊല്ലമേ നമുക്ക് 800 രൂപ കൈപ്പറ്റിയിരിക്കുന്നു. അടുത്ത കൊല്ലത്തെ ഈ വർഷത്തെ ചിലവുകളല്ലേ ഈ കണക്കിൽ കാണാൻ പാടുള്ളൂ. അതെ, അപ്പോൾ അടുത്ത വർഷത്തെ 800 രൂപ ഈ വർഷമേ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ വരുമാനമായിട്ട് കണക്കാക്കാൻ പാടില്ല. ഈ വർഷത്തെ വരുമാനത്തിൽ നിന്ന് മൈനസ് ചെയ്ത് കളയണം. 3800 ഇന്ന് കമ്മീഷൻ എന്ന എമൗണ്ടിൽ നിന്ന് 800 അടുത്ത കൊല്ലത്തെ അഡ്വാൻസ് പറ്റിയ പൈസ മൈനസ് ചെയ്ത് ഈ വർഷത്തെ ചിലവ് വരുമാനം മാത്രമാണ് നമ്മൾ ഇവിടെ എടുക്കാൻ പാടുള്ളൂ. ആ അടുത്ത 800 അടുത്ത വർഷത്തെ ബാലൻസ് ഷീറ്റിൽ എടുത്തോളും എന്നർത്ഥം. ഇനി അതുപോലെ തന്നെ ഇനി എന്തോന്നാണ്? സാലറീസ് 900 ആണ്. സാലറീസ് 900 എന്ന് പറയുമ്പോൾ അപ്പോൾ സാലറീസ് ഇതാ കാണിച്ചത്, ഇന്നർ കോടതി കാണിച്ചു. അല്ല, സാലറി പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ പ്രീപെയ്ഡ് ഉണ്ട് ഈ കണക്കിൽ, അല്ലേ? എവിടെ സാലറി പ്രീപെയ്ഡ് നോക്കാം നമുക്ക്. സാലറി പ്രീപെയ്ഡ് 200 കണ്ടോ. സാലറി പ്രീപെയ്ഡ് എത്രയാണ്? 200 വരുന്നുണ്ട്. അപ്പം അത് ഒന്ന് നമ്മൾ ഓർക്കുക. പ്രീപെയ്ഡ്, എല്ലാ പ്രീപെയ്ഡ് എക്സ്പെൻസുകളും ഒരു ബന്ധപ്പെട്ട ചിലവിൽ നിന്ന് കുറയ്ക്കാനുള്ളതും ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കാനുള്ളതാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പ്രീപെയ്ഡ്, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ സാലറി പ്രീപെയ്ഡ് 200 എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ സാലറി എന്ന് ഇന്നർ കോളത്തിൽ എഴുതി 900, അതിൽ നിന്ന് ലെസ് പ്രീപെയ്ഡ് സാലറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് കുറയ്ക്കാനുള്ളതാണ്, അത് ഓർമ്മിക്കുക. ഓക്കെ, സാലറി പ്രീപെയ്ഡ് കുറയ്ക്കാനുള്ളതാണ്, അത് നമ്മൾ കുറയ്ക്കുന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് പിന്നെന്താണ് മനസ്സിലാക്കാനുള്ളത്? സാലറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരേജ് ഔട്ട്വേർഡാണ്. എന്താണ് ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്? ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് 300 ക്യാരേജ് ഔട്ട്വേർഡ്. അതായത് സാധനങ്ങൾ വിൽക്കാനായിട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകണതിൻ്റെ വണ്ടിക്കൂലിയാണ് ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്, പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ചിലവാണ്. തീർച്ചയായിട്ടും ക്യാരേജ് ഔട്ട്വേർഡ് നമുക്കിപ്പോൾ ഇവിടെ എഴുതാം 300. അതുപോലെ തന്നെ റെൻറ്റ് 1200. ആ റെൻറ്റ് റിസീവ്ഡ് ആണ്, ഇപ്പുറത്തെ ഇൻകം സൈഡിലാണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ റെൻറ്റ് 1200.
അപ്പോൾ അത് 1200 റെൻറ്റ് കാണിച്ചു. അതിൽ നിന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം ഉണ്ട് ഇന്നർ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താ കാരണം? റെൻറ്റ് റിസീവബിൾ, ഇനിയും കിട്ടാനുണ്ട് റെൻറ്റ് 600 രൂപ. അപ്പോൾ ഇനിയും കിട്ടാനുള്ള റെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ വർഷത്തെ ഇൻകമാണ്, പക്ഷേ കയ്യിൽ കിട്ടിയിട്ടില്ല. നമ്മൾ പണിയെടുത്ത് സമ്പാദിച്ചാണ്, ഏൺ ചെയ്തതാണ്, എന്നാൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഇൻകത്തിന് നമ്മൾ പറയുന്നത് അക്രൂഡ് ഇൻകം എന്നാണ്. എന്താണ്? ഇൻകം ഏണ്ടാണ്, നമ്മൾ പണിയെടുത്ത് സമ്പാദിച്ചതാണ്, ഏൺ ചെയ്തതാണ്, പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ബട്ട് നോട്ട് റിസീവ്ഡ്. അക്രൂഡ് ഇൻകമാണ് റെൻറ്റ് റിസീവബിൾ. അപ്പോൾ ഈ വർഷത്തെ വരുമാനം തന്നെയാണ്, പക്ഷേ ഈ വർഷം കയ്യിൽ കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ വർഷത്തെ വരുമാനമാണെങ്കിൽ ഈ വർഷത്തെ കണക്കിൽ കാണിക്കണം. അപ്പോൾ ഈ വർഷത്തെ റെൻറ്റ് എമൗണ്ടിൻ്റെ 1200 രൂപയുടെ ഇനി കിട്ടാനുള്ള 600 കൂടി ഈ വർഷത്തെ വരുമാനമായിട്ട് കൂട്ടിച്ചേർത്ത് ടോട്ടൽ എമൗണ്ടാണ് ഔട്ടർ കോടതി കാണിക്കേണ്ടത്. അപ്പോൾ ഈ റെൻറ്റ് റിസീവബിൾ നമുക്ക് കിട്ടാനുള്ള പൈസ നമുക്ക് സ്വത്താണ്, അസറ്റാണ്. കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ 600 രൂപ കാണിക്കണം. കണ്ടോ? റെൻറ്റ് റിസീവബിൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് കണ്ടോ, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ റെൻറ്റ് റിസീവബിൾ 600 നമ്മൾ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഒക്കെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. കണ്ടോ? അത് ഓർത്തിരിക്കുക. ഇനി വേറെയും ഉണ്ട് ഔട്ട്സ്റ്റാൻഡിങ് കേട്ടോ. ടെലിഫോൺ ചാർജസ് ഡ്യൂ, അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഡ്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അത് 600 രൂപ ബാലൻസ് ഷീറ്റ് കാണിച്ചിരിക്കുന്നു. കാരേജസ് ഡ്യൂ, കാരേജസ് എന്ന് വെച്ചാൽ വണ്ടിക്ക് വലിയ ഡ്യൂ കണ്ടോ, അത് കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ 200, അതും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. കണ്ടോ? അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളൊക്കെ ലയബിലിറ്റി ആയിട്ടും കാണിക്കുക. പ്രീപെയ്ഡ് എക്സ്പെൻസുകളൊക്കെ ഇതുണ്ട്, പ്രീപെയ്ഡ് സാലറി ഉണ്ട് 200, അപ്പോൾ അത് നമുക്ക് ഇൻകമായിട്ടും കാണിക്കുക. അതാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് തിരിച്ചു വരാം. നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ ക്യാഷ് എത്രയാണ്? ക്യാഷ് ബാലൻസ് 1000 രൂപ. അതെവിടെ കാണിക്കേണ്ട? ബാലൻസ് ഷീറ്റ്. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും 1000ഉം 1400 ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റമായിട്ടാണ് കാണിക്കേണ്ടത്. നമുക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് 1000, ക്യാഷ് അറ്റ് ബാങ്ക് 1400, ആ രീതിയിലാണ് കാണിക്കേണ്ടത്. ഇനി അടുത്ത ഐറ്റം നോക്കുക. റിപ്പയേഴ്സ് 500 രൂപ റിപ്പയേഴ്സ് ചാർജസ് ആണ്. 500 രൂപ റിപ്പയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കുക. 500 രൂപ റിപ്പയേഴ്സ് നമ്മൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ബാധിക്കുന്ന ബിൽഡിങ്സ് 16,000. ബിൽഡിംഗ് 16,000 എന്ന് പറയുന്നത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റാണ്. അത് നോക്കുക. ബിൽഡിങ്സ് നമുക്ക് 16,000 ഏറ്റവും ലാസ്റ്റ് കാണിച്ചാൽ മതി. കാരണം വലിയ ആസ്തികൾക്ക് ഏറ്റവും അവസാനം കാണിക്കുക. ക്യാഷ് ഇൻ ഹാൻഡിങ്, ക്യാഷ് അറ്റ് ബാങ്കും പോലുള്ള ചെറിയ ആസ്തികൾ തുടക്കത്തിൽ കാണിക്കും. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ തുടക്കത്തിൽ കാണിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് ബിൽഡിങ്സ് കഴിഞ്ഞാൽ റിട്ടേൺസ് ഇൻവേർഡ്സ് ആൻഡ് റിട്ടേൺ ഔട്ട്വേർഡ് എടുത്താണ് അല്ലേ. റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് മടങ്ങണമെങ്കിൽ പണ്ട് എന്തായിരിക്കണം? പണ്ട് പുറത്തേക്ക് സെയിൽ ചെയ്തായിരിക്കണം. സെയിൽസ് റിട്ടേൺസിനെയാണ് ഉദ്ദേശിച്ചത്. സെയിൽസ് റിട്ടേൺസ് 500, പർച്ചേസ് റിട്ടേൺസ് 700. ഇനി ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റ് ഇതും നമുക്ക് നോക്കുക. ഇതിൽ ഏതാണ് ഡെറ്റർ? ഡെബിറ്റ് എമൗണ്ട് കോളത്തിലുള്ളത് ഡെറ്റർ, ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലുള്ളത് ക്രെഡിറ്റർ. അത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം 4500 അസറ്റാണ് ഡെറ്റർ. ക്രെഡിറ്റർ എന്താണ്? ലയബിലിറ്റിയാണ്. ബാലൻസ് ഷീറ്റ് ഐറ്റമാണ് രണ്ടും അല്ലേ. രണ്ടും ബാലൻസ് ഷീറ്റ് കാണിക്കാനുള്ള ഐറ്റമാണ്. നമുക്ക് നോക്കാം. ഡെറ്റേഴ്സ് എവിടെ കാണിക്കുക? സൺട്രി ഡെറ്റേഴ്സ് 4500. ക്രെഡിറ്റേഴ്സ് എവിടെ കാണിക്കുക? സൺട്രി ക്രെഡിറ്റേഴ്സ് 4000. കണ്ടോ? അത് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അങ്ങനെ കാണിക്കണം. ഇനി അതുപോലെ തന്നെ ഇനി ബിൽസ് റിസീവബിൾ. ബില്ല് പ്രകാരം പൈസ കിട്ടാനുള്ളത് 800, ബില്ല് പ്രകാരം നമ്മൾ പൈസ ആർക്കാണ്ടും കൊടുക്കാനുള്ളത് അതും 800ആണ്. രണ്ടും ഒരെണ്ണം. കിട്ടാനുള്ളത് അസറ്റ്, കൊടുക്കാനുള്ളത് ബാധ്യത. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ രണ്ടും രണ്ട് സൈഡിലാണ് കാണിക്കണം അല്ലേ. നമുക്ക് നോക്കാം ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ്. ബിൽസ് റിസീവബിൾ 800, ബിൽസ് പേയബിൾ 800, ഈ രീതിയിലാണ് നമ്മൾ കാണിക്കുക. ഇനി അടുത്തത് നമുക്ക് അടുത്തായിട്ട് എന്താണ്? ടെലിഫോൺ ചാർജസ് ആണ്. അത് എക്സ്പെൻസ് ആണ് 100 രൂപ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ടെലിഫോൺ ചാർജസ് എഴുതി. ഇനി പക്ഷേ ഒരു കാര്യമുണ്ട്. അതിന് ഡ്യൂ 100 രൂപ കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞ് കൊടുക്കാത്തതുണ്ട്. 100 രൂപയല്ല 600 രൂപ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ടെലിഫോൺ ചാർജസ് ഡ്യൂ കണ്ട 600. അതും കൂടി ചേർത്തതിന് ശേഷം മൊത്തം ടെലിഫോൺ ചാർജസ് 700 ആക്കിയാണ് നമ്മൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചിലവിനത്തിൽ ഔട്ടർ കോളത്തിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഡ്യൂ, അപ്പോൾ ടെലിഫോൺ ചാർജസ് ഡ്യൂ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. ഈ 600 രൂപ അല്ലേ. നമുക്ക് ബാലൻസ് ഷീറ്റിൽ നോക്കാം. ടെലിഫോൺ ചാർജസ് ഡ്യൂ 600 കണ്ടോ. അപ്പോൾ നമുക്ക് അതും മനസ്സിലായി. ഇനി അതുപോലെ തന്നെ വേറെ ഒരു കാര്യമുള്ളത്, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നോക്കുകയാണ്. സാലറിയുടെ കാര്യത്തിൽ 200 രൂപ പ്രീപെയ്ഡ് സാലറി ഉണ്ട് അല്ലേ. അപ്പോൾ പ്രീപെയ്ഡ് അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കണം. അപ്പോൾ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 400 രൂപ, റെൻറ്റ് കമ്മീഷൻ റിസീവ്ഡ് 800, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി നമ്മളിപ്പോൾ നോക്കിയത് ടെലിഫോൺ ചാർജസ് സ്റ്റോക്ക് ഓൺ 1/7/2004. അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെന്ന് നമുക്കറിയാം. അത് ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ എടുക്കേണ്ട ഐറ്റം ആയിരുന്നല്ലോ. എടുത്തു 2000 ഓപ്പണിംഗ് സ്റ്റോക്ക് 2000 എടുത്തു. ഇതാണ് നമ്മളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് സൈറ്റ് എല്ലാം കഴിഞ്ഞു. ക്ലോസിംഗ് സ്റ്റോക്കുകൾ എവിടെ എടുക്കേണ്ടത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഐറ്റം ഈ കണ്ടോ 4200 ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് രണ്ട് സ്ഥലത്ത് എടുക്കണം. എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ, ഇതാണ് ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണം എന്നുള്ളതാണ്. എന്തായാലും ബാലൻസ് ഷീറ്റ് ടാലി ആകുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് 9300 ആണ്.
അതുപോലെ തന്നെ അത് ക്യാരി ഡൗൺ ചെയ്തു, ഇതാ ബ്രോട്ട് ഡൗൺ ചെയ്തു. ദെൻ ഇവിടെ നോക്കൂ, 14,000 ഇൻകം സൈഡ് ടോട്ടൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡ് ടോട്ടൽ. ദെൻ അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അത് ഇന്ന് ഇത്രയും ചിലവുണ്ട്, 700, 300, 500, 700 ഇത്രയും ചിലവുകൾ കൂട്ടി. 700, 300, 1000, 1500, 1500 പിന്നെ ഒരു 700 കൂടി ഉണ്ട്. അപ്പോൾ 2200 ഉണ്ട്. 2200 രൂപ 11,900 നിന്ന് കഴിച്ചാൽ, 14,100 നിന്ന് കഴിച്ചാൽ ബാക്കി 11,900 ആണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ, ഉടമസ്ഥൻ്റെ പൈസയായ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ക്യാപിറ്റലിൻ്റെ കൂടെ അതെങ്ങനെ വരിക? ക്യാപിറ്റൽ ഇവിടെ ഇന്നർ കോളത്തിൽ എഴുതുക, 11,900 നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക ക്യാപിറ്റലിൻ്റെ കൂടെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ഔട്ടർ കോളത്തിൽ കാണിക്കാം. ഇനി നമുക്ക് ഈ സൈഡ് കൂട്ടിയാൽ എല്ലാ ഐറ്റംസും എന്തൊക്കെയാണെന്ന് നോക്കുക. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 400, ക്യാരേജസ് ഡ്യൂ 200. ക്യാരേജസ് ഡ്യൂ 200 എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടല്ല, അവിടെ കിടപ്പുണ്ട് വെറുതെ കണ്ട. ക്യാരേജ് എവിടെ? ക്യാരേജ് ഔട്ടോട് 300 കൂടാണ്ട് ക്യാരേജസ് ഡ്യൂ എന്ന് പറഞ്ഞ ട്രയൽ ബാലൻസിൽ തന്നെ കിടപ്പുണ്ട്. അതാകുമ്പോൾ ഒറ്റ പ്രാവശ്യം എടുത്തതായി. അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന മാത്രമാണ് 2 സ്ഥലങ്ങളിൽ കാണിക്കേണ്ടത്, അത് പ്രത്യേകം ഓർമ്മിക്കുക. പിന്നെ ബാലൻസ് ഷീറ്റിലെ ബാക്കി ഐറ്റം ഏതൊക്കെയാണ്? ടെലിഫോൺ ചാർജസ് ഡ്യൂ, അത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് കൊടുക്കാത്തതാണ്, അത് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ആണ്. ഒപ്പം തന്നെ അതവിടെ ടെലിഫോൺ എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടി 600 കൂട്ടുകയും വേണം. 100 രൂപ ടെലിഫോൺ ചാർജിൻ്റെ കൂടി 600 കൂടി കൂട്ടി 700 രൂപയ്ക്ക് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതിയത് നമുക്ക് ഓർമ്മയുണ്ട്. ഇതാണ് കണ്ടോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് ടെലിഫോൺ ചാർജ് 100 രൂപ, അതിൻ്റെ കൂടെ 600 രൂപയും കൂടി ചേർത്ത് 700 ആക്കി നമ്മൾ അവിടെ പുറത്ത് എഴുതി, ഓർമ്മയുണ്ട്. അപ്പോൾ അതൊക്കെ ഓർക്കുക. സൺഡറി ക്രെഡിറ്റേഴ്സിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളവരാണ്, അപ്പോൾ നമ്മുടെ ബാധ്യതയാണ്. അതേസമയം ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ നമുക്ക് ഇങ്ങോട്ട് പിരിഞ്ഞിട്ടാണ്ട് 4,500 ഉണ്ടോ. ക്യാപിറ്റൽ ഉടമസ്ഥൻ്റെ പൈസ, അതിൻ്റെ കൂടെ ആ വർഷം അയാൾ കിട്ടിയ ലാഭം കൂടി കൂട്ടി ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കും ഒക്കെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റംസ് ആണ്. പ്രീപെയ്ഡ് സാലറി, എന്ത് പ്രീപെയ്ഡ് ആണെങ്കിലും നമുക്കൊരു അസറ്റാണ്. സാലറി പ്രീപെയ്ഡ് ആണെങ്കിൽ, ഇൻഷുറൻസ് ചാർജസ് പ്രീപെയ്ഡ് ആണെങ്കിലും ഒക്കെ അസറ്റാണ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം, പ്രീപെയ്ഡ് സാലറി അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം ആണെങ്കിൽ അത് ബന്ധപ്പെട്ട സാലറിയുടെ കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലെസ് ചെയ്യുകയും വേണം. ലെസ് ചെയ്യുക, അതാ പ്രീപെയ്ഡ് സാലറി 900 എഴുതിയിട്ട് അതിൽ നിന്ന് 200 ലെസ് ചെയ്ത് 700 കാണിച്ചിരിക്കുന്നു. ആ രീതിയിലും കാണിക്കണം. പിന്നെ സൺഡ്രി ഡെറ്റേഴ്സ് എഴുതി. ബിൽസ് പ്രകാരം പൈസ കിട്ടാനുണ്ടെങ്കിൽ 800, ബിൽസ് പ്രകാരം പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ ബിൽസ് പേയബിൾ അത് ബാധ്യതയാണ്, അത് 800 ഇപ്പുറത്ത് കാണിക്കണം. റെൻറ്റ് റിസീവ്ഡ്, റെൻറ്റ് പ്രകാരം ഇനിയും കിട്ടാനുണ്ട് കുറച്ച് പൈസയും കൂടി അല്ലേ, അത് അക്രൂഡ് ഇൻകം എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞതാണ്, പക്ഷേ നമുക്ക് കൈ കിട്ടിയിട്ടില്ല. ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ആണ് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞ് പഠിക്കുക. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് 2 സ്ഥലത്ത് കാണിക്കണം. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, ഒന്ന് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ. ബിൽഡിംഗ്, ഏറ്റവും വലിയ അസറ്റായ ബിൽഡിംഗ് ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നു. ഇത്രയുമാണ് ഈ കണക്ക് ചെയ്യേണ്ട രീതി.